മക്കളെ, ഇന്ന് ഞാനും അഫ്നാ സാറും കൂടിയിട്ട് ഒരു 11 മണിയാകുമ്പോൾ സൈലത്തിൻ്റെ ഫ്യൂച്ചർ ക്യാമ്പസിനടുത്ത് ഒരു കഫേ ഉണ്ട്. സോ ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിസരത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾ ഇന്ന് ഫ്രൈഡേ ആയതിനാൽ തന്നെ അവർക്ക് വലിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു, ലോങ് ബ്രേക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ അതിനാൽ തന്നെ പലരും ആ കഫേയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്ന് വളരെ സന്തോഷത്തോടുകൂടി അവർ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, സാർമാരെ ഞങ്ങൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണാറുണ്ട്, എല്ലാം അടിപൊളിയാണ്, ക്ലാസ്സുകളൊക്കെ വളരെയധികം എഫക്റ്റീവാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് പല സബ്ജക്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് വളരെ ഹാപ്പി ആയിട്ട് അവർ സംസാരിച്ചു. കൂടെ കുറേ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് അതിലൊരു പയ്യനോട് ഞാൻ ചോദിച്ചു, മോനെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞില്ല, എങ്ങനെ ഉണ്ടായിരുന്നു, പേപ്പറൊക്കെ കിട്ടിയോ, എത്ര മാർക്ക് ഉണ്ട് ഫിസിക്സിനെന്ന് ചോദിച്ചപ്പോൾ അവൻ ആ സന്തോഷം അവൻ്റെ മാർക്ക് പറയുന്നതിലുണ്ടായിരുന്നില്ല. അവൻ അത്യാവശ്യം സങ്കടത്തോടു കൂടി തന്നെ എന്നോട് പറഞ്ഞു, സാറേ ഓണപരീക്ഷ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല, ഫിസിക്സിലൊക്കെ എനിക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ച കാര്യമാണ്, +1 അങ്ങനെ തന്നെ ആയിരുന്നോ, +1 ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണോ എന്ന തോന്നലിലാണ് ഞാൻ ചോദിച്ചത്. +1 ഇതുപോലെ ആയിരുന്നോ മോനെ, മാർക്ക് കുറവായിരുന്നു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അല്ല സാറേ +1 എനിക്ക് 90% എബോവ് മാർക്ക് ഉണ്ട്. ആ 90% എബോവ് ഉണ്ടായിട്ട് പോലും +2 ഓണപരീക്ഷയിൽ അവന് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ല. സോ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന പല കുട്ടികളും ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് +1 നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു, +2 ആദ്യത്തെ സ്റ്റെപ്പായ ഓണപരീക്ഷയിൽ തന്നെ കാലങ്ങ് പതറിപ്പോയിട്ടുണ്ടാവും. സോ മക്കളെ, ഈ ഒരു കുട്ടിയോട് ഞാൻ തോളിൽ കൈവച്ച് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, മോനെ നിനക്ക് ചിലപ്പോൾ നിന്റെ ഓവർ കോൺഫിഡൻസ് മൂലമായിരിക്കാം മാർക്ക് പോയിട്ടുണ്ടാവുക. അതായത് +1 എനിക്ക് 90% സ്കോർ ചെയ്യാൻ സാധിച്ചു, സോ +2 ഞാൻ അതേ കോൺഫിഡൻസോടുകൂടി ഞാൻ അടിക്കും, എനിക്കും അതേ മാർക്ക് കിട്ടും എന്നൊരു ഓവർ കോൺഫിഡൻസ് പലർക്കും വിനയാവാറുണ്ട്. സോ അവനോട് ഞാൻ പറഞ്ഞ കാര്യമാണ്, നീ ടെൻഷൻ അടിക്കേണ്ട, ആ ഓവർ കോൺഫിഡൻസ് അങ്ങ് മാറ്റി വെച്ച് നന്നായി തന്നെ വർക്ക് ചെയ്യുക, സ്ട്രക്ചർ ചെയ്ത് തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക, ക്രിസ്മസ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയിരിക്കും. സോ മക്കളെ, നിങ്ങൾക്ക് ഇനി സ്ട്രക്ചർ ചെയ്ത ടൈം ടേബിളിലൂടെ പഠിക്കാൻ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വരുന്ന ഞായറാഴ്ച കൃത്യം 7 മണിക്ക് ഒരു കിടിലൻ വെബിനാർ ഉണ്ട്. ഓണപ്പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ മക്കൾക്ക് പേടിയില്ലാതെ തന്നെ ക്രിസ്മസ് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടാനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ തന്ത്രങ്ങളും നിങ്ങൾക്ക് ആ വെബിനാറിലൂടെ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഉണ്ടാവണം. ആ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള QR ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് താഴെയുണ്ട്. എല്ലാവരും കയറി രജിസ്റ്റർ ചെയ്യുക, അടിപൊളിയായിട്ട് പങ്കെടുക്കുക. കാണാം.